ഇന്ന് മിക്ക വീട്ടിൽ ഏതെങ്കിലും ഒരാളെങ്കിലും അനുഭവിക്കുന്നൊരു ആരോഗ്യ പ്രശ്നം എന്താ? ഹൈ ബ്ലഡ് പ്രഷർ അല്ലേ? ബ്ലഡ് പ്രഷർ കൂടിയ ഒരവസ്ഥ. ഒരുപാട് പേര് മരുന്നുകൾ സ്ഥിരം കഴിക്കുകയാണ്. ചിലർ പറയുന്നത് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരുമോ? ചില ആൾക്കാർ പറയും ഫാമിലിയിലൊക്കെ ബ്ലഡ് പ്രഷറാണ്, നിങ്ങൾക്കും അതിന് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിനൊക്കെ മറികടക്കാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് വരാതിരിക്കാൻ സൊല്യൂഷൻസ് ഉണ്ട്, വന്നോൾക്കിത് നിയന്ത്രിക്കാൻ സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർക്ക് മടിയാണ്. എന്താണത്? വ്യായാമം. ഈ കുറച്ച് എക്സസൈസുകൾ നമ്മൾ സ്ഥിരം ചെയ്യാം. അധികം ഡ്യൂറേഷൻ ഒന്നും വേണ്ട. ഒരു 10 മിനിറ്റിൻ്റെ 1-2 ഡ്യൂറേഷനായിട്ട് പല സാധനങ്ങൾ ചെയ്താൽ നമ്മളെ ബ്ലഡ് പ്രഷർ നമുക്ക് ലഘൂകരിക്കാനും കൂടാതെ നോക്കാനും നമുക്ക് സാധ്യമാവും. ഇപ്പോൾ ബ്ലഡ് പ്രഷർ നമ്മളിപ്പോൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, കട്ടിയായി നിൽക്കുന്നത് കുറച്ചൊന്ന് ലഘൂകരിക്കുകയും നമ്മുടെ എന്താവും അങ്ങോട്ട് ഈസി ആയിട്ട് രക്തം ഫ്ലോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഏതാനും ചില എക്സസൈസുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. ചെറിയ ഇംപെർഫെക്ഷനൊക്കെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു ഫിറ്റ്നസ് ട്രെയിനറൊന്നുമല്ല. വ്യായാമം ചെയ്താൽ നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ആ ഒരു എഫക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നില്ല. കുറച്ച് നേരം അങ്ങോട്ട് കാത്തിരിക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നില്ല. നിങ്ങളൊരു 30 മിനിറ്റ് തുടർച്ചയായിട്ട് വ്യായാമം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു 10 മിനിറ്റിൻ്റെ 3 സെഷനായിട്ട് പല തവണ ചെയ്യുന്നതാണ്. ഒന്ന് കുറച്ച് രാവിലെ ചെയ്യുക, ഉച്ചയ്ക്ക് വേണം ചെയ്യുക, വൈകിട്ട് ചെയ്യുക. ഓക്കെ, ഓരോ മിനിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന 10 എക്സസൈസാണ് കാണിക്കുന്നുണ്ട്. ഓരോ മിനിറ്റായിട്ട് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടോ മറ്റോ ആയിട്ട് അത് എങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ മാത്രമല്ല കേട്ടോ കുറയാം. നിങ്ങളൊരു ദിവസം ഫിറ്റായി നിൽക്കാനും നിങ്ങൾക്ക് ഏറ്റവും ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ നിൽക്കാനും മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ സാധ്യമാവും. അതുപോലെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കുറയുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ബ്ലഡ് പ്രഷർ ഉള്ള വീട്ടിലൊക്കെ ഇങ്ങനത്തെ മോണിറ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കല്ലേ. ഇലക്ട്രിക്കൽ മോണിറ്റർ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്, സ്ഥിരമായിട്ട് ബ്ലഡ് പ്രഷറുള്ള വീടുകളിലൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പും പിമ്പൊക്കെ ഉള്ള ബ്ലഡ് പ്രഷർ ഒന്ന് എഴുതി വെച്ചിട്ട് ഇതൊരു എക്സ്പെരിമെൻ്റ് ആക്കിയിട്ട് ഒരാഴ്ച ഒന്ന് ശ്രമിച്ച് നോക്ക്. തീർച്ചയായും നമുക്ക് ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റിയ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ച് വിരിച്ച് നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ വാക്ക് ചെയ്യുക, വാക്ക് ഇൻ പ്ലേസ്. ഓക്കെ, ഇത് ഓരോ മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. അതിലും കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല ചിരിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ലൊരു പോസിറ്റീവ് എമോഷൻസും കിട്ടും. ഇനി വേണം നമുക്ക് പുറത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യാം. സ്പീഡ് കൂട്ടുക. നല്ലൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഡ്യൂട്ടീൻ്റെ ഇടയിൽ കിട്ടിയൊരു ഫ്രീ ടൈമിൽ ചെയ്യണം. അപ്പം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് തന്നെ അതാ. ബ്ലഡ് പ്രഷറിനുള്ള ബെസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഒന്നതാ. കൈ അങ്ങോട്ടാക്കിയിട്ട് കാല് ബാക്കിലോട്ട്. അടിപൊളി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് ഇതാ. അടുത്തൊരു എക്സസൈസ് ഇതാ, ഇങ്ങനെ ചെയ്യാം. അങ്ങോട്ട് ഇതൊക്കെ ചെയ്യുക, ഓരോ മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെതാ ബ്ലഡ് പ്രഷറിന് ഗുളിക നിർത്താൻ പറ്റില്ല എന്നുള്ള ആശങ്ക ഒഴിവാക്കാമല്ലോ. പിന്നെ എൻ്റെ കുടുംബത്തിലുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് വരുമോ എന്നുള്ളതിനുള്ള ആശങ്കക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോക്കിട്ട് പൂട്ടിയിട്ടേക്കാം. നമ്മളിങ്ങനെ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിനെ ഓപ്പണാക്കാൻ നമ്മൾ ശരീരം അനുവദിക്കില്ല. മനസ്സിലായില്ലേ? കാലിങ്ങനെ നീട്ടിയിട്ട് പറ്റുന്നൊരു എക്സസൈസ് ഇതാ. ഇതൊന്നും വലിയൊരു അധ്വാനം വരാത്ത എക്സസൈസുകളാണ്.
കാല് ബാക്കോട്ട് താ, കൈ രണ്ടും മുന്നോട്ട്. ഇനി ബ്ലഡ് പ്രഷർ കുറക്കാൻ ഒരു പഞ്ചാവല്ലേ. പോടാ പ്രഷർ. ചിരിച്ചൊക്കെ ഇങ്ങനെ ചെയ്യപ്പോഴും ഒന്ന് പോടാ പ്രഷറായി. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം ഇപ്പോൾ നമ്മൾ എൻജോയബിളായിട്ട് ചെയ്യാം. കാരണം പുറത്തൊക്കെ പോയിട്ട് ഇനി അടുത്തൊരു എക്സസൈസ് വെക്കുന്നത് നമ്മൾ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ വയറ് കുറയാനും നല്ലതാണ്. ഇപ്പം അത്യാവശ്യം കലോറി കത്തുകയാണ്, അതാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മളെ കട്ടിപിടിച്ച് കിടക്കുന്ന രക്തക്കോയിലൊക്കെ ഒന്ന് അതിൻ്റെ സ്റ്റിഫ്നെസ് കുറഞ്ഞിട്ട് അങ്ങോട്ട് രക്തോട്ടം വർദ്ധിച്ചു വരികയാണ്. ഓക്കെ, മറ്റൊരു എക്സസൈസ് ഇതാണ്. ഈ ഒരു എക്സസൈസ് പല തവണകളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറും എവിടെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ജമ്പിങ് പ്ലേസ് മാത്രമേ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ ബ്ലഡ് പ്രഷറിനെ പരിധി വരുത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ.